മമ്മൂക്കയും പറയും എനിക്കിഷ്ടപ്പെട്ട വൺ ഓഫ് മൈ ബെസ്റ്റ് ഫിലിംസാണ് മിഷൻ 90 ഡേയ്സ്. ഇറ്റ് ഡിൻ ഡു വെൽ കൊമേഴ്ഷ്യലി, ബട്ട് അക്കാഡമിക്കലി ഇറ്റ് വാസ് അക്ലെയിംഡ് വെരി വെൽ. നമ്മൾ നല്ലൊരു സിനിമ ഉണ്ടായി ഓടിയില്ല, ഇറ്റ്സ് ഓക്കെ. അതതിൻ്റെ ഡെസ്റ്റിനി എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഞങ്ങൾ 37 ലൊക്കേഷൻസ് 26 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്ത് തീർക്കുന്നത്. ചെന്നൈയിലെ പൊരി വെയിലത്ത് മമ്മൂക്ക ജോർജിൻ്റെ അടുത്ത് പറഞ്ഞ് പോയിട്ട് അയാളുടെ അടുത്ത് ഇവിടെ ഇതിനകത്ത് വന്നിട്ട് ചപ്പട വയ്ക്കാൻ പറയാം. മമ്മൂക്ക ഷോർട്ട് വന്നിട്ട് എന്തെങ്കിലും നോക്കി, നിങ്ങളിത് എന്ത് സാധനം ചോദിച്ചു. നിങ്ങളുടെ മുഖത്ത് ഇപ്പം ആ നനഞ്ഞ തുണി ഇടുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ദോശപാത്രത്തിൽ ദോശ മാവ് ഒഴിക്കുന്ന പോലെ ശബ്ദം കേൾക്കുന്നത്. മമ്മൂക്കയായിട്ടുള്ള ഒരു യാത്രയുണ്ടായിട്ടുണ്ട്. മമ്മൂക്കയായിട്ട് പലപ്പോഴും നല്ല പരിചയവും ബന്ധങ്ങളും പല ബർത്ത്ഡേ പാർട്ടികളിലൊക്കെ ചെന്നൈയിൽ ഞങ്ങൾ കുടുംബസമേതം കാണാറുണ്ടായിരുന്നു. ഞാൻ ഈ സിനിമയിലൊക്കെ വരുന്നതിന് മുന്നേ അത് കുട്ടികളുടെ ബർത്ത്ഡേ ആണെങ്കിലും ശരി, മമ്മൂക്കയും ലാലും സുരേഷ് ബാലാജിയും ഇങ്ങനെയൊക്കെയുള്ള ഫുൾ ഗ്യാങ്. ഒരു പ്രാവശ്യം എൻ്റെ മോൻ്റെ ഒരു ബർത്ത്ഡേക്ക് മമ്മൂക്കയും ലാലും ഫാമിലിയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു ബന്ധത്തിൽ അത് ഞാൻ പറഞ്ഞില്ലേ, മമ്മൂക്കയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാലുള്ള പെരുന്നാൾ ട്രീറ്റ്മെൻറ്റ് ഇതെല്ലാം. അത് കഴിഞ്ഞ് ഞാൻ കീർത്തിചക്ര കഴിഞ്ഞ് മമ്മൂക്ക കീർത്തിചക്ര പടം കണ്ടിരുന്നു. കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊരു പടം ചെയ്യേണ്ടത്. അപ്പോൾ അത് എന്നോട് പറയുന്നതിന് മുന്നേ ശശി അയ്യഞ്ചിയുടെ അടുത്ത് സംസാരിച്ചിരിക്കുന്നു. അങ്ങനെ ശശി അയ്യഞ്ചിറ മമ്മൂക്കനെ വെച്ച് പടം ചെയ്യണമെന്ന് പറഞ്ഞ് നടന്നിരുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ കോഴിക്കോടേക്ക് പോവാണ് ബൈ റോഡ് എറണാകുളത്ത് നിന്ന്, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. ഈ യാത്രയിൽ മുഴുവൻ കഥ പറഞ്ഞ് ഓരോരോ സീക്വൻസ് വൈസ് പറഞ്ഞ് മൂപ്പര് വളരെയധികം ഇഷ്ടപ്പെട്ടു മിഷൻ 90 എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ പടം ചെയ്യുന്ന സമയത്തും മമ്മൂക്കയുടെ ഇൻവോൾവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആ ക്യാരക്ടറിലോട്ട്, അപ്പം മമ്മൂക്ക ചെയ്തിരിക്കുന്ന ക്യാരക്ടറിൽ നിന്ന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ഹീറോയിസം അല്ല, ഇതിനകത്ത് കഥയുടെ ഒരു 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 കൺഫെഷനാണ്. കൺഫെഷൻ ഓഫ് എ കമാൻഡോ എന്നുള്ളൊരു ലെവലിലാണ് ആ കഥ പോകുന്നത്. വാട്ട് ആക്ച്വലി ഹാപ്പൻഡ് അത് പബ്ലിക്കിന് അറിയണം. ഇതിനകത്ത് ആ ഓപ്പറേഷനിൽ കൂടെ കടന്നു പോകുന്ന ആളുകളുടെ മാനസിക സംഘർഷം എന്താണെന്നുള്ളത്. ഇപ്പം റീസെൻ്റ്ലി മമ്മൂക്കാൻ്റെ പടം കണ്ടിരുന്നില്ലേ, കണ്ണൂർ സ്ക്വാഡ് എന്നുള്ളത്. എന്തുകൊണ്ടത് ഇത്രയും വലിയ ഹിറ്റായിരിക്കുന്നത് ഇപ്പം? കാരണം അവരുടെ മാനസിക സംഘർഷമാണ് ഈ കാണിച്ചിരിക്കുന്നത്. പക്ഷെ അന്ന് ഈ 16 വർഷം 18 വർഷം മുന്നേ പീപ്പിൾ വെർ നോട്ട് ഇൻ ടു ദാറ്റ് മൈൻഡ് സെറ്റ്. അവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊരു പടം കൊടുക്കണം, പടത്തിനകത്ത് ഹീറോ ജയിക്കണം, ഇങ്ങനെയൊക്കെയുള്ളൊരു കൺസെപ്റ്റുള്ളൊരു കാലമായിരുന്നു. അതിലാണ് ഇവിടെ ഇപ്പം എന്താണ്, ഇന്ന് വരുന്ന സിനിമകളിൽ പലതിലും നമുക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഈസ് ഡിഫറെൻറ്റ്, ടൈം ചേഞ്ച്ഡ്. അങ്ങനെ അന്ന് ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ 37 ലൊക്കേഷൻസ് 26 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്ത് തീർക്കുന്നത്. ചെന്നൈയിലുണ്ട്. ചെന്നൈയിലെ പൊരി വെയിലത്ത് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, അത് കത്തിരി വെയിലെന്ന് പറയും ചെന്നൈയിൽ, അപ്പോഴാണ് നമ്മൾ ആ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്നത്. ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ശിവരാസൻ ഹൈഡ് ഔട്ട് വീട്, അതിന് തൊട്ടടുത്ത വീട്ടിൽ ഇൻ ആക്ച്വൽ എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ ഈ സെറ്റിട്ടിട്ടുണ്ട്. സെറ്റിട്ടിരിക്കുന്ന പോരൂരിൽ ഹോസ്പിറ്റലിൽ MGR കോളേജിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും. അവിടെ ഈ സെറ്റിട്ടിരിക്കുന്ന സമയത്ത് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ലൈക്ക് 45 to 47 ആ ഒരു ഡിഗ്രിയിലാണ്. അതും തുറന്ന സ്ഥലം, ഒന്നുമില്ല. അപ്പം മമ്മൂക്കയുടെ വേറെ ക്യാരവനുണ്ട്, ചെറിയൊരു ക്യാരവൻ അവിടെ ഉണ്ടായിരുന്നു. ഈ ക്യാരവനിൽ മമ്മൂക്ക ഷോട്ട് കഴിഞ്ഞ് എനിക്ക് തന്നെ വിഷമം, മമ്മൂക്കനെ പുറത്തേക്ക് എടുത്തിട്ട് ഷോട്ട് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഓടിക്കും. അപ്പോൾ ജോർജ് പെട്ടെന്ന് തന്നെ മൂപ്പരകത്തോട്ട് കൊണ്ടുപോകും. അപ്പം ഞാൻ ഒരിക്കലും ഒരു കുട പിടിച്ചിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ഞാനോ തിരുവോ അങ്ങനെ അല്ലായിരുന്നു. ക്യാമറമാൻ തിരുവായിരുന്നു. ഞാൻ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം നമ്മൾ ആ കുടയുടെ കീഴിൽ പോയാൽ പിന്നെ കുടയില്ലാതെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ആ ചൂടുമായിട്ടങ്ങ് ഇൻവോൾവായി. ആ ഇൻവോൾവായിട്ട് നിൽക്കുന്ന അങ്ങനെ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് എന്ന് പറഞ്ഞപ്പം മമ്മൂക്ക ജോർജിൻ്റെ അടുത്ത് പറഞ്ഞ് പോയിട്ട് അയാളുടെ അടുത്ത് ഇവിടെ ഇതിനകത്ത് വന്നിട്ട് ചാപ്പാട് കഴിക്കാൻ പറയാമെന്ന്. അപ്പം ഞാൻ പുറത്ത് കുടയൊന്നുമില്ലാതെ ഒരു ടേബിളിൻ്റെ അവിടെ നിന്ന് ചാപ്പാട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മമ്മൂക്ക അവിടെ നാളെ വിട്ട് ഞാൻ പറഞ്ഞു ജോർജ് ഞാൻ അകത്ത് കയറി കഴിഞ്ഞാൽ പ്രശ്നമാവും, പിന്നെ ആ AC-ന്ന് പുറത്തേക്ക് വന്നാൽ പിന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് ഭയങ്കര ഫീലായി. ഇപ്പം ഞാൻ ഈ ചൂടായിട്ടങ്ങ് യൂസ്ഡ് ആയിരിക്കുന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ മമ്മൂക്ക ഷോട്ട് വന്നിട്ട് എന്തെങ്കിലും നോക്കിയിട്ട് നിങ്ങളിത് എന്ത് സാധനം എന്ന് ചോദിച്ചു. നിങ്ങളുടെ മുഖത്ത് ഇപ്പം ആ നനഞ്ഞ തുണി ഇടുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ശബ്ദം വരുന്നത്. ഈ ചൂടുള്ള നമ്മുടെ ദോശപാത്രത്തിൽ ദോശ മാവ് ഒഴിക്കുന്ന പോലെ ശബ്ദം കേൾക്കുന്നത്. അത്രയും ചൂടെടുക്കുന്ന സമയത്ത് നിങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നമുക്ക് ഇതൊക്കെ ഒരു മിലിറ്ററി ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതാണത്, നിങ്ങളൊക്കെ ആർട്ടിസ്റ്റുകളാണ്. ബട്ട് ദെൻ ഹിസ് കൺസേൺ വാസ് അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ
ഈ കൺസേൺ എന്നുള്ളത് ഇറ്റ്സ് ആൻ അണ്ടർസ്റ്റാൻഡിങ്. അത് കഴിഞ്ഞ് സിനിമ വന്നു ഇറങ്ങി. ഇറ്റ് ഡിൻ ഡു വെൽ കൊമേഴ്ഷ്യലി, ബട്ട് അക്കാഡമിക്കലി ഇറ്റ് വാസ് അക്ലെയിംഡ് വെരി വെൽ. സൂര്യ കൃഷ്ണമൂർത്തി സാറ് ഈ പടം അദ്ദേഹത്തിൻ്റെ സൂര്യ ഫെസ്റ്റിവൽ ഓപ്പണിംഗ് ഫിലിമായിട്ട് വെച്ചു. അപ്പോൾ അതിൻ്റെ ക്ലാസ് മനസ്സിലാക്കിയിട്ടുള്ള അങ്ങനെ ആ ഒരു മേക്കിംഗ് എന്നുള്ളത് മനസ്സിലാക്കി മമ്മൂക്കയും പറയും എനിക്കിഷ്ടപ്പെട്ട വൺ ഓഫ് മൈ ബെസ്റ്റ് ഫിലിംസാണ് മിഷൻ 90 ഡേയ്സ് എന്നുള്ളത്. പക്ഷേ എന്ത് പറ്റും, ചിലർ എക്സ്പെക്ട് ചെയ്ത് കീഴ്ചക്ര കഴിഞ്ഞിട്ട് ഈ മേജർ രവിയും കൊണ്ടുവരുന്ന മമ്മൂക്കാനെ വെച്ചിട്ട് ഇവിടെ ലോകം മുഴുവൻ ബ്രഹ്മാണ്ഡം അടിച്ച് തെറിപ്പിച്ചിട്ട് വരുന്ന ഒരു കഥ എന്നുള്ളത്. പക്ഷേ ദാറ്റ് ഫിലിം മേക്കിംഗ് വാസ് മോർ ഡിഫിക്കൽട്ട് ദാൻ മേക്കിംഗ് കീർത്തിചക്ര. കീർത്തിചക്രയിൽ എന്തായിരുന്നു, കാശ്മീരിൽ ബോംബ് പൊട്ടുന്നു, അത് പൊട്ടുന്നു, ഇത് പൊട്ടുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഷൂട്ട് ചെയ്ത് പോന്നു. പക്ഷേ ഇതിൽ ഒരു ഫ്ലോ, ഇതിൻ്റെ ഒരു ശകലം എവിടെയെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ കഥ ആർക്കും മനസ്സിലാവില്ല. പക്ഷേ ഇത് കഥയെല്ലാം മനസ്സിലാക്കാം. എൻഡിലെന്തായി, ഇതിങ്ങനല്ലായിരുന്നു, പെർമിഷൻ കിട്ടിയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ പെർമിഷൻ കിട്ടാതെ എങ്ങനെ വി ജസ്റ്റ് ഡിക്ലെയർഡ് ആസ് ഫെയിൽ എന്നുള്ളത് ആ കഥയിലൂടെ പറഞ്ഞപ്പം ഒരിക്കൽ എൻ്റെ അടുത്ത് മമ്മൂക്ക് പറഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മൾ നല്ലൊരു സിനിമ ഉണ്ടാക്കി, ഇങ്ങനെ പറഞ്ഞു, സിനിമ ഉണ്ടാക്കി ഓടിയില്ല, ഇറ്റ്സ് ഓക്കെ, അതതിൻ്റെ ഡെസ്റ്റിനിന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതാണ് മിഷൻ 90 എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്കയും ഞാനുമായിട്ടുള്ളൊരു ആത്മബന്ധം. അതിനുശേഷം ഞങ്ങൾ സിനിമ ചെയ്തിട്ടില്ല. ബേസിക്കലി പല സമയങ്ങളും സന്ദർഭങ്ങളും വന്നു. പക്ഷേ ഇനി ഞാൻ നോക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഞാനും മമ്മൂക്കയായിട്ടൊരു പടം ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ബി എ ഡബ്ലി ഷുവേർഡ്. ഇപ്പോൾ ഈ ട്രെൻഡുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു, ഇതെല്ലാം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും അവസരമുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടും കൂടെ വരും. ഞാൻ ആദ്യമായിട്ട് സിനിമ എൻ്റെ ജീവിതത്തിൽ ഒരു ഷൂട്ടിംഗ് കാണുന്നത് വെട്ടനാട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 9-10 മറ്റാണ് പോകുന്നത്. ചട്ടക്കാരി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ നടക്കുകയാണ്. അന്നൊക്കെ നമ്മൾ ലക്ഷ്മിയെന്നേ പറയുള്ളൂ. നമ്മൾ ചെറിയതാണെങ്കിലും ഹീറോയിൻ ഒക്കെ നമ്മൾ പേര് വിളിക്കുന്ന പരിപാടിയാണല്ലോ. അത് സ്വാഭാവികം, നമ്മുടെ അഹങ്കാരം. കാരണം അവർ കേൾക്കുന്നില്ല, അവർ കാണുന്നില്ല. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ബസ് വിളിക്കൊന്നും പൈസയില്ല. ഞങ്ങൾ പട്ടാമ്പി റെയിൽവേ ട്രാക്കിൽ കൂടെ കയറി നടന്ന് ഷൊർണൂരിലെത്തി. ഏകദേശം ഒരു 8 കിലോമീറ്റർ 9 കിലോമീറ്ററോളം റെയിൽവേ ട്രാക്ക് കൂടെ ഉണ്ട് സാധനം. അവിടെ എത്തി ഞങ്ങൾ ദൂരെ നിന്നിട്ട് ഷൂട്ടിംഗ് കാണുന്നു. അങ്ങനെ ഫസ്റ്റിൽ അടൂർബാസി ചേട്ടൻ വരുന്നു, പിറകിൽ മിനി സ്കർട്ട് ഇട്ടുകൊണ്ട് ലക്ഷ്മി ചേച്ചി, ചട്ടക്കാരി ടിഫിൻ ക്യാരിയറുമായിട്ട് അച്ഛനെ കൊടുക്കാൻ വരുന്ന സീനാണ് അവരെടുക്കുന്നത്. ഇത് കണ്ട് അന്താളിച്ച് നിന്ന ഒരു രവീന്ദ്രനും മോഹൻദാസും ഉണ്ട്. മോഹനൻ മേഴത്തൂർ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഈ റൊമാൻറ്റിക് ടോക്കൊക്കെയാണ് പിന്നെ തിരിച്ചു പോകുന്നത്. എടോ എന്തോടാ ഗ്ലാമറോ അത് ഇത്, ഗ്ലാമറല്ല, അന്ന് ഇംഗ്ലീഷൊന്നും അറിയില്ല. ഇതൊക്കെ കഴിഞ്ഞ് പോയി, കാലങ്ങൾ കുറേ കഴിഞ്ഞു. ഞാൻ സിനിമയിലോട്ട് വരുന്നു. അങ്ങനെ ആദ്യമായിട്ട് പ്രിയേട്ടൻ്റെ രാക്ലിപ്പേട്ട് എന്ന സിനിമയിൽ എന്നെ മാത്രം ഒരാണിനെ വെച്ച്, ബാക്കിയെല്ലാം സ്ത്രീകളാണ് അതിനകത്ത്. എന്നെ കൊല്ലുന്നതാണ്, എൻ്റെ ക്യാരക്ടറിനെ കൊല്ലുന്നതാണ് അതിനകത്ത്. ഒരു നെഗറ്റീവ്, ഒരു വൃത്തികെട്ടവൻ എന്നുള്ളൊരു ക്യാരക്ടർ. അപ്പോൾ അത് ഞാൻ ലക്ഷ്മി ചേച്ചിയായിട്ടുള്ള ഒരു സീൻ കോമ്പിനേഷനുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ക്യാമറ കുറേ ദൂരത്താണ്, വൈഡ് കാർ പാർക്കിനകത്ത്. ലക്ഷ്മി ചേച്ചി കുറേ ബുക്കും ഇതൊക്കെ ആയിട്ട് വരുന്നു. ഞാൻ പോയി പരിചയപ്പെടാൻ വേണ്ടി മാത്രം, അതാണ് ആ സീക്വൻസ്, ആ ഒരു ക്യാരക്ടർ വേണ്ടിയിട്ട് പോയിട്ട് ആ ബുക്കും ഇതെല്ലാം കൂടെ തട്ടി താഴത്തേക്കിട്ട് അത് താഴത്തുനിന്ന് പെറുക്കിയെടുത്ത് കൊടുക്കുന്നൊരു സീനായിരുന്നു. അപ്പോൾ ഞാനും ലക്ഷ്മി ചേച്ചിയും കൂടെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഇരുന്ന് പെറുക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ എന്ത് പറഞ്ഞാലും അവിടെ ക്യാമറയിലൊന്നും കേൾക്കില്ല. അപ്പോൾ ഞാനിതിങ്ങനെ പെറുക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ലക്ഷ്മി ചേച്ചി എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഭയങ്കര ഇൻഫാക്ച്വേഷനായിരുന്നു ചേച്ചിയെക്കുറിച്ച്, ചേച്ചിയുടെ സൗന്ദര്യം, ചേച്ചിയുടെ ആ ഗ്ലാമർ. അപ്പോൾ ചേച്ചി ഇതെല്ലാം ഇരുന്ന് ബുക്ക് പെറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചേച്ചിക്കിങ്ങനെ നോക്കിയിട്ട് വെച്ചിരിക്കുന്നു. എന്നിങ്ങനെ നോക്കും, അത് ശരി അത് ശരി. അവിടെ ഷോട്ട് വേറെയാണ്, ഇത് പെറുക്കി വയ്ക്കുന്നതൊക്കെയാണ്. കുറച്ച് കഴിഞ്ഞ് പ്രിയേട്ട് അവിടെ നിന്ന് നിൻ്റെ ബുക്ക് എടുത്ത് വയ്ക്കുക എത്ര സമയം വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേച്ചി പറ്റി ചേട്ടാ ഒന്നുകൂടെ. രണ്ടാമത് ഞങ്ങൾ ഷോട്ട് എടുത്ത് ചേച്ചി കൊടുത്തു. അപ്പോൾ ചേച്ചി ഇത് കഴിഞ്ഞിട്ട് കട്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇന്ന് നമുക്ക് ഡിന്നർ ഒരുമിച്ചിട്ടാവാന്ന്. ഞാൻ പറഞ്ഞു വാട്ട്, യാ രവി വാ എൻ്റെ റൂമിൽ നമുക്കിന്ന് ഡിന്നർ ഒരുമിച്ചിട്ടാവാന്ന്. അങ്ങനെ ഞാൻ ചേച്ചിയായിട്ട് അന്ന് ഈവനിങ്ങിൽ ഞങ്ങൾ ഒരേ ഹോട്ടലിൽ തന്നെയായിരുന്നു. റൂമിൽ എന്താണ് ഡിന്നർ, ഒരു മസാല ദോശ, ഒരു കോഫി, ചേച്ചിയും അതുപോലെ തന്നെ ഇഡ്ഡലിയോ ഇതൊക്കെ ആയിട്ട് ടിപ്പിക്കൽ വെജിറ്റേറിയൻ സ്റ്റൈലിൽ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നിപ്പോൾ ഞാനത് ആലോചിക്കുന്ന സമയത്ത് തോന്നുന്നതാണ്,
ഒരിക്കലും എത്തിപ്പെടാം അല്ലെങ്കിൽ കാണാൻ പറ്റും എന്ന് വിചാരിക്കാത്ത വ്യക്തികളുടെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടിയ അവസരത്തിൽ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഈ സിനിമ എന്നുള്ള സ്വപ്നം മനസ്സിൽ കൊണ്ട് നടക്കുന്ന സമയത്ത് 10-24 വർഷം പട്ടാളത്തിൽ ഇരുന്നിട്ടും ആ കനൽ അണയാതെ അങ്ങനെ കിടന്നത്. ആ കിടന്നിട്ട് പിന്നീട് വന്ന സമയത്ത് ഈ ആഗ്രഹങ്ങളും പറ്റുമോ എന്ന് വിചാരിച്ചിരുന്നതെല്ലാം നമുക്കത് ചെയ്ത് കാണിക്കാനും അല്ലെങ്കിൽ അതിനെ അനുഭവിക്കാനും ഫീൽ ചെയ്ത സമയത്ത് ഒന്നെനിക്ക് ഉറപ്പുണ്ട്, അബ്ദുൽ കലാം സാർ പറയുന്നത് കറക്റ്റാണ്. സ്വപ്നം കാണേണ്ടത് ഉറങ്ങുമ്പോഴല്ല, കണ്ണ് തുറന്നു വെച്ചുകൊണ്ട് സ്വപ്നം കാണണം. ദർ ലൈസ് യുവർ ഇമാജിനേഷൻ, ദർ ലൈസ് യുവർ അൺലിമിറ്റഡ് തോട്ട്സ് പ്രോസസ്സിങ്. അവിടെ എന്താണ്, നമ്മൾ ചേസ് ചെയ്യാണ്. ഇതേ ചേസിങ് തന്നെയായിരുന്നു കമാൻഡോസിലും ഞാൻ ചെയ്തിരുന്നത്. ബിക്കോസ് ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോഴും കുട്ടികളുടെ അടുത്ത്, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അടുത്ത് ഞാൻ പറയുന്ന കാര്യമുണ്ട്, നിങ്ങളുടെ ടാർഗറ്റ് ഷുഡ് ബി വെരി വെരി കോൺസെൻട്രേറ്റഡ്. മുന്നിൽ നിൽക്കുന്ന എന്താണ് അതിൽ മാത്രം കോൺസെൻട്രേഷൻ. അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ ചെറിയ പനമരം ഉണ്ടായിരിക്കും, ഇപ്പുറത്ത് വേറൊരു മാവിൻ്റെ ചെടി ഉണ്ടായിരിക്കും, ഇതൊന്നും നിങ്ങൾക്ക് ബാധിക്കുന്നതല്ല. നിങ്ങൾക്ക് ആ മരത്തിൽ പോയിട്ടാണ് വെട്ടേണ്ടത്, അങ്ങോട്ടാണ് പോകേണ്ടത്. ഈ സമയത്ത് ഇതിൻ്റെ ചില്ല എവിടെ ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ, ഇതൊന്നും നിങ്ങളെ ബാധിക്കരുത്. ഈ ഒരൊറ്റ ലുക്ക്, ഇതാണ് ജീവിതത്തിൽ നമ്മൾ വേണ്ടെന്നുള്ളത് എന്നൊക്കെ ഞാൻ അറിയാതെ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെയുള്ള കോൺസെൻട്രേഷൻ എൻ്റെ മനസ്സ് വന്നിരിക്കും. അതുകൊണ്ടായിരിക്കാം എത്രയോ ഓപ്പറേഷൻസ് ചെയ്തിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ ടീമിലുള്ള 30 പേർക്കും, ഒരാൾക്ക് മാത്രമാണ് ഒരു പോർലേറ്റ്, പക്ഷേ അവൻ 3-ാം ദിവസം രക്ഷപ്പെട്ടു പോയി. അത് ലാസ്റ്റ് ഓപ്പറേഷനായിരുന്നു എൻ്റെ ശിവരാസൻ ഓപ്പറേഷൻ. അതല്ലെങ്കിൽ എത്രയോ വലിയ വലിയ എൻകൗണ്ടേഴ്സ് നടന്നിട്ട് എൻ്റെ ഒരു പയ്യന്മാർക്ക് പോലും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. ചെറിയ ചെറിയ പോറലൊക്കെ അതിപ്പോൾ എൻ്റെ കണ്ണിലും കൊണ്ടുള്ള സ്പ്ലിൻറ്ററൊക്കെ അടിച്ചിട്ടുണ്ട്. അതൊന്നും വലിയ കാര്യമുള്ളതല്ല ഞങ്ങൾ ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ്റെ ഇൻറ്റൻസിറ്റി നോക്കിക്കഴിഞ്ഞാൽ. അതാണ് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് കോൺസെൻട്രേറ്റ് അല്ല. ഇതിങ്ങനെ വൈഡ്. ചിലർ എൻ്റെ അടുത്ത് വരാറുണ്ട് ചിലപ്പം, സർ എനിക്ക് സിനിമയിൽ എന്തെങ്കിലും ചെയ്യണം. എന്തെങ്കിലും ചെയ്യണം. സോ ഹീ ഈസ് നോട്ട് ഷുവർ. അപ്പോൾ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് വേറെയാണ്. സിനിമ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഗ്ലാമറായിട്ട് കാണുമായിരിക്കും, രണ്ടാമത് പൈസ എന്ന് പറഞ്ഞിട്ട് കാണുമായിരിക്കും, അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ ആയിരിക്കും, ഫെയിം എന്നുള്ളതായിരിക്കും. പക്ഷെ അത് എന്താണെന്നുള്ളത് ആ വ്യക്തിക്ക് അറിയില്ല. അവിടെയാണ് ഒരിക്കലും എവിടെയും എത്തപ്പെടാതെ സിനിമക്കാരെന്നും പറഞ്ഞ് 10-30 വർഷം ഈ സിനിമാ ഫീൽഡ് വന്ന് ഉദിക്കാൻ പറ്റാതെ കാർമേഘത്തിന് അകത്തൂടെ പോകുന്ന ഈ ഒരു ക്യാരക്ടേഴ്സ് അവസാനം അസ്തമിച്ചങ്ങ് പോകുന്നുണ്ട്. സോ സിനിമ എന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനകത്തോട്ട് വയ്ക്കുകയാണെങ്കിൽ ഹാവ് ദാറ്റ് കോൺസെൻട്രേഷൻ, ഹാവ് ദാറ്റ് ഡെഡിക്കേഷൻ. ഇതിൽ ചിലപ്പോൾ പട്ടിണി കിടക്കേണ്ടി വരും. ഞാൻ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, മാലാമാൽ വീക്കിലൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഷോട്ടിൻ്റെ ഫ്രെയിമിനകത്ത് പ്രിയേട്ടൻ ഇപ്പോൾ അത് കേൾക്കുന്നുണ്ടെങ്കിൽ പ്രിയേട്ടൻ അത് ഓർമ്മയുണ്ട്. കാരണം ഓംജി, പരേഷ് റാവൽ ഇവരൊക്കെ ഇരിക്കുന്ന സമയത്ത് ആ വീടിൻ്റെ മുന്നിൽ പെട്ടെന്ന് എപ്പോഴാണ് ആ പശു വന്നിട്ട് അവിടെ ചാണകം ഇട്ടിട്ട് പോയതെന്നുള്ള അറിയില്ല. പക്ഷെ ഫ്രെയിമിൽ നോക്കുമ്പോൾ പെട്ടെന്നാണ് കാണുന്നത് ഇങ്ങനൊരു സംഭവമാണ്. ഇതിന് ഞാൻ ആർട്ട് ഡയറക്ടറിനെയും ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനെയും വിളിക്കുന്നതിനേക്കാൾ നല്ലത് തൊട്ടടുത്ത് നിൽക്കുന്ന ഞാൻ അസിസ്റ്റൻ്റാണ്, അസോസിയേറ്റാണ്, പോയി അത് വാരി എടുത്തിട്ട് അപ്പുറത്തോട്ട് മാറ്റിയിട്ട് പിന്നെ കൈയും കഴിയും അപ്പുറത്തും ഷോർട്ട് അടി എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് എടുത്തുകൊണ്ട് പോകുന്നത്. അവിടെ എന്താണ്, യുവർ ഡയറക്ടർ വാണ്ട്സ് ദാറ്റ് പ്ലേസ് ടു ബി ക്ലീൻ ആൻഡ് ദ ഫ്രെയിം ടു ബി ക്ലീൻ. യു ആസ് ആൻ അസിസ്റ്റൻറ്റ് ഇറ്റ്സ് യുവർ ജോബ് ടു ഫൈൻഡ് ദാറ്റ് എവറിത്തിങ് ഈസ് ഇൻടാക്ട്. അല്ലാതെ അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ അസിസ്റ്റൻറ്റ് ഡയറക്ടർ എവിടെ എത്തില്ല. ഗെറ്റ് ഇൻവോൾവ്ഡ്, ഗെറ്റ് ദാറ്റ് സ്പിരിറ്റ് ഇൻ യു. അപ്പോൾ അതുകൊണ്ട് ലക്ഷ്മി ചേച്ചിയുടെ കാര്യം ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. എന്നോ കണ്ടൊരു ലക്ഷ്മി ചേച്ചിയുടെ കൂടെ ഞാൻ അഭിനയിച്ചപ്പം ദാറ്റ് വാസ് എ ഗ്രേറ്റ് ഫീലിംഗ് ദെൻ ലേറ്റർ ഓൺ. ആ പട്ടാമ്പി സ്കൂളിൽ നിന്ന് നിക്കർ ഇട്ടുകൊണ്ട് പോയിരിക്കുന്ന ഞാനും മോനും പിന്നീട് ഞാൻ കോട്ടും ഒരു ഫുൾ സ്ലീവ് ഷർട്ടും പാൻറ്റും ഇട്ടിട്ട് ആണ് ഞാൻ ഈ ചേച്ചിയുടെ അടുത്ത് ഇൻസൈഡൊക്കെ ചെയ്ത് വല്ല ഡീസൻറ്റ് ഒരു ഡിപ്ലോമാറ്റ് ലുക്കിൽ അഭിനയിച്ചിരിക്കുന്ന സമയത്ത് ഐ ടോൾഡ് ഹർ ദാറ്റ് ആൻഡ് ഷീ ഓൾസോ വാസ് ഫീലിംഗ് നൈസ്. ഓ എവിടുന്ന് എത്തി രവി ഇതുവരെയ്ക്കല്ലേ എന്ന് ചോദിച്ചു. അതേ ചേച്ചി, ആൻഡ് ഐ എം ഫീലിംഗ് വെരി നൈസ് എന്നത്. So that is what is the story about Lakshmi Chechi, and it's a very nice memory and we are still in touch. സിനിമ എന്ന് പറയുന്നത് പല ആളുകളും വഞ്ചിക്കപ്പെടുന്നൊരു സ്ഥലം കൂടിയാണ്. കാരണം ഈ ആസ്പിറേഷൻ ഉള്ള ആളുകൾ, എനിക്ക് സിനിമയിൽ എങ്ങനെയെങ്കിലും കയറിപ്പറ്റണം എന്ന് പറയുന്ന പല ആളുകളെയും ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വിഭാഗം ഇതിനകത്തുണ്ടായിരിക്കും. അങ്ങനെയുള്ളൊരു ചൂഷണത്തിന് ഞാനും ചെന്നപ്പെട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്നൈയിലിരുന്ന സമയത്ത് അങ്ങനെ ഞാനും ഇതുപോലെ പോയ വഴിക്ക് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട്
അയാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പടത്തിൽ ചാൻസ് കിട്ടും അഭിനയിക്കാൻ. അപ്പോൾ ഞാൻ ഈ അഭിനയം എന്നുള്ളതായിരുന്നു അന്നത്തെ. അങ്ങനെ ഒരു വ്യക്തി എന്നെ വരുന്നു, കാണുന്നു, ഒരു സഞ്ചിയുണ്ട് തോളത്ത്. എന്നിട്ട് പറഞ്ഞു, ശരി സാർ, നാളേക്ക് വന്ന് നമ്മ ഒരു ഡയറക്ടർ ഇருக்கு, അവരെ പോയി പാത്രലാം. ശരി. ഞാൻ പിറ്റേ ദിവസം കാറെടുത്ത് പോകുന്നു. കാറെടുത്ത് പോയിട്ട് ഈ വ്യക്തി എന്നെ നേരെ കൊണ്ടുവന്ന് ഒരു ചെറിയൊരു ഗല്ലിയിൽ, കാറ് തന്നെ വളരെ വിഷമിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അവിടെ കൊണ്ടുപോയി ഒരു ഫസ്റ്റ് ഫ്ലോറിൽ ചെന്നപ്പം ഒരാൾ ഷേവൊക്കെ ചെയ്തിട്ട് നിൽക്കുകയാണ്. എനിക്കൊന്നും ഇരിക്കാൻ പോലും ഒരു സ്ഥലമില്ല. അപ്പോൾ ചെന്നിട്ട് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന എങ്ങനെയാണ്, സാർ നല്ല നടിക്കും സാർ. അയാൾ കണ്ടിട്ട് പോലും എൻ്റെ നടിപ്പ്, നല്ല നടിക്കും സാർ. മിലിറ്ററിയിലുണ്ടോ സാർ? ഇപ്പോൾ റിട്ടയർ ആയിട്ട് വന്നിരിക്കുക. മാരുതി കാറെല്ലാം വെച്ചിരിക്കുക സാർ. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ്റെ ഇൻട്രൊഡക്ഷൻ. ഇത് കഴിഞ്ഞ വഴിക്ക് മൂപ്പര് ഷേവിങ് എല്ലാം തുടച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വാങ്ങ ടിഫിൻ സാപ്പിടலாம். അങ്ങനെ ഞാൻ ഹോട്ടലിൽ പോകുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ഇതവിടെ നടക്കുന്ന സംഭവങ്ങളാണ് ഇങ്ങനെയുള്ളത്. അങ്ങനെ എത്രയോ സിനിമക്കാർ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് അവർ കൂളായിട്ട് നമ്മളെങ്ങനെ നോക്കും, ബില്ല് നമ്മൾ കൊടുക്കും. അങ്ങനെ അത് ബ്രേക്ക്ഫാസ്റ്റായി, അത് കഴിഞ്ഞ് ലഞ്ചാവും. അങ്ങനെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇതെല്ലാം വെച്ച് ഞാൻ ഈ ഇവിടെ എങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് പേഴ്സണലായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഡൗൺ ടു എർത്തിൽ കിടന്ന് കറങ്ങുന്നത്. ഞാൻ അപ്പുറത്ത് പ്രിയേട്ടൻ്റെയൊക്കെ കൂടെ നടക്കുന്ന ആളാണ്, മോഹൻലാലൊക്കെ ഉണ്ടെന്ന്. ബട്ട് ദെൻ ഒരു ദിവസം ഞാൻ വിചാരിച്ചു ഇത് ബ്രേക്ക് ചെയ്തേക്കാം ഈ ഐസ്. കുറേ ആയി ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു, ഇനി മതിയാക്കാം, ഇനിയെങ്കിലും ഇതുപോലെ ആൾക്കാരെ മണ്ടന്മാരെ. അപ്പോൾ പിന്നെ ഉണ്ട്, ഇങ്ങനെയാണ് അവർ കാണിക്കുക, சார் பணம் எவ்வளோ பெருசோ அந்த மாதிரி ரோடும் பெருசாகிடும் சார். பணம் எவ்வளோ ஆனதுன்னா ரோடு இந்த மாதிரி இருக்கும் சார். பணம் இவ்வளோ இருந்தால் ரோடும் அந்த மாதிரி இருக்கும். ഇങ്ങനെയൊക്കെയാണ് അവർ പറയുക. അങ്ങനെ ഞാൻ പറഞ്ഞ് നാളെ ഞാൻ അവിടെ പ്രിയദർശൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് AVM സ്റ്റുഡിയോയിൽ. അവിടെ തന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ട്, നമുക്ക് അവിടെ വാ, അപ്പോൾ ഞാൻ നിങ്ങളെ അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം, മൂപ്പര് പ്രിയ സാറിൻ്റെ അടുത്ത് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഐ വെന്ത് ഞാൻ കാലത്ത് ഷൂട്ട് പോയി, കാരണം അന്ന് ഞാനും രാക്ലിപ്പാട്ടിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ 9th നമ്പർ ഫ്ലോറിൽ വെളിയിലിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഷൂട്ടിനൊരു ബ്രേക്കാണ്. പ്രിയേട്ടരിപ്പുണ്ട്, തബ്ബു ഇപ്പുറത്തിരിപ്പുണ്ട്, ജ്യോതിക ഇപ്പുറത്തിരിപ്പുണ്ട്. അതിനകത്ത് ഞാൻ മാത്രമാണ് ഒരു ശ്വേതയുണ്ട്. ഇങ്ങനെ ഫുൾ ഗ്യാങ്, കുറേ ഹീറോയിൻസും ഗ്യാങ്ങും. അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ ഇരിക്കുന്നു. ഞാൻ മാത്രമേ ഉള്ള അതിലൊരു പുരുഷനായിട്ട് അഭിനയിക്കുന്നു. അപ്പുറത്ത് പ്രിയേട്ടരിക്കുന്നു, എന്തോ കോമഡി കൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ ഇയാൾ വന്നിരിക്കുന്നത്. ആളിങ്ങനെ നോക്കുന്ന സമയത്ത് ചെയറിട്ടിട്ട് പ്രിയദർശൻ്റെ കൂടെ ഇരിക്കുകയാണ്. അവിടെ കോമഡി അടിച്ചുകൊണ്ടിരിക്കുന്നു. തബ്ബുവിനെ കൈ വെച്ചിട്ട് അടിക്കുന്നു. അവിടെ ഫുൾ കോമഡി നടക്കുകയാണ്. ജ്യോതിക അപ്പുറത്തുണ്ട്. അപ്പോൾ ഫുൾ ഹീറോയിൻസ് എല്ലാം ഹൈ ലെവലിലുള്ള ആളുകളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞാനിങ്ങനെ നോക്കി, ഇങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ച് അയാളിങ്ങനെ നോക്കി. പിന്നീട് ഒന്നും ഇവിടെ സംസാരിച്ച് തിരിഞ്ഞ് നോക്കുമ്പോൾ ആളവിടെ ഇല്ല. ഡയറക്ടറും പോയി, ഈ ഏജൻറ്റ് ഗ്യാങ്ങും പോയിരിക്കുന്നു. ഇങ്ങനെ സിനിമയിൽ കുറേ ആളുകൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്നത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട്. ഒരു പ്രാവശ്യം ഒരു പയ്യൻ എന്നെ കണ്ടപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ 3-4 വർഷം മുന്നേ സാറിൻ്റെ അസോസിയേറ്റാണെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് സാറിൻ്റെ അസിസ്റ്റൻ്റ് ആക്കാമെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് 40,000 രൂപ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട് സാർ. ഞാൻ പറഞ്ഞു, ആരത്? ഇന്നാളെന്ന്. അതിപ്പോൾ എങ്ങനെ? അപ്പോൾ ഇയാൾ എന്താണെന്ന് വെച്ചാൽ രാത്രിയൊക്കെ പലപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. എൻ്റെ അസോസിയേറ്റൊന്നും അല്ലായിരുന്നു, എന്നെ അറിയാം. അപ്പോൾ ഈ രാത്രി വിളിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഇതുപോലെ പയ്യന്മാർ മുമ്പിൽ ഇരിപ്പുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ ശബ്ദം കേട്ടു, സിനിമയെക്കുറിച്ച് 4 കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫോൺ വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് പൈസ വാങ്ങിക്കുകയാണ്. ആ കുട്ടി വഞ്ചിക്കപ്പെടുകയാണ്. സോ എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു ഡയറക്ടർ അസിസ്റ്റൻ്റ് ആക്കി. ഞാനൊക്കെ എൻ്റെ ഇന്നേ വരെയുള്ള ചരിത്രം എന്നത് എൻ്റെ അസിസ്റ്റൻ്റ് ആവാൻ വരുന്നവർക്ക് മിനിമം ഒരു ക്ലാപ്പ് അടിക്കുന്നതിന് 25,000 രൂപയും ഞാൻ കൊടുത്തിട്ടുണ്ട്. അല്ല ഇങ്ങോട്ടെല്ലാം ഒന്നും വാങ്ങിക്കുന്നു. അങ്ങനെ ഒരു സിസ്റ്റം എനിക്ക് തോന്നുന്നില്ല, ഉണ്ടാവുമോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാനത് എൻ്റെ സിസ്റ്റത്തിലില്ല, എൻ്റെ സ്കൂളിൽ അതില്ല. അത് ആര് പുതിയതാളായാലും ശരി, അവർക്ക് നമ്മളെന്തെങ്കിലും കൊടുക്കും, കാരണം അവർ പണിയെടുക്കുന്നതാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെയും നടക്കുന്നുണ്ടെന്നുള്ള ഈ സിനിമയെ കൂടെ ഞാൻ കണ്ടതാണത്. അപ്പോൾ അതുകൊണ്ട് സിനിമയെ ആസ്പയർ ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ട് വരുന്നവർ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമെന്നുള്ളത് ചിന്തിച്ചുകൊണ്ടും അറിഞ്ഞുകൊണ്ടും മാത്രം മുന്നോട്ട് വരിക, എന്നിട്ട് സ്ട്രഗിൾ ചെയ്യും. അല്ലാതെ ഷോർട്ട് കട്ട് അടിച്ചിട്ട് ഇപ്പം എന്നെ കാണണം എന്നുണ്ടെങ്കിൽ അത് എന്നെ തന്നെ കാണാൻ പറയണം. അല്ലാതെ വേറൊരാൾ മീറ്റ് ചെയ്യിപ്പിക്കാം എന്ന് അത് എത്രയോ ആൾക്കാർ അങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ വരുന്നവരാണ് നമുക്ക് ഡയറക്റ്റായിട്ട് ഡീലായി, പറ്റില്ലെങ്കിൽ പറ്റില്ല, ഇത്രയേ ഉള്ളൂ, അറിഞ്ഞു. പക്ഷേ ഡോണ്ട് ഗെറ്റ് ചീറ്റഡ്. എല്ലായിടത്തും ഉണ്ടല്ലോ ഇപ്പം. ഈ കൈക്കൂലി എന്ന് പറയുന്നത്
വെറും ഗവൺമെൻറ് ജോലിക്കോ അല്ലെങ്കിൽ മറ്റതിന് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ലാതെ സിനിമ ഫീൽഡും ഉണ്ടത്. അപ്പോൾ അതിൽ നിന്ന് സിനിമയെ സ്നേഹിക്കുന്നവരും സിനിമയെ ആസ്പയർ ചെയ്യുന്നവരും എന്നൊക്കെ മാറി നിൽക്കണത്. എന്നിട്ട് ഈ കാര്യം ഞാൻ അവിടെ വന്നിട്ട് ഞാൻ പ്രിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, പ്രിയേട്ട അങ്ങനെയൊക്കെ ഉണ്ട് ഇവരെല്ലാവരും ഇരിക്കുന്ന സമയത്ത്. അപ്പോൾ അവരെല്ലാം കൂടെ എന്നെ കളിയാക്കാൻ തുടങ്ങി. മേജറിൻ്റെ കുറേ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ പോയല്ലേ അതെല്ലാം മേജർ എന്ന് പറഞ്ഞാൽ അവരെല്ലാം ജ്യോതികയും തബ്ബും എല്ലാവരും എന്നെ കളിയാക്കിയിട്ടുണ്ട്. അവിടെ ആ ഒരു പടത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജ്യോതികനെയും കൊണ്ടിട്ട് ഞാൻ അതിനകത്ത് ജ്യോതിക മോട്ടോർ ബൈക്ക് ഓടിക്കുന്നൊരു സംഭവമുണ്ട്. അപ്പം പ്രിയേട്ടൻ പറഞ്ഞു, എടാ നീ അവിടെ മോട്ടോർ ബൈക്ക് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏട്ടാ ഇതിപ്പോൾ ഏതെങ്കിലും ഗ്രൗണ്ടിലൊക്കെ കൊണ്ട് പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഷി വിൽ നോട്ട് ബി ഗെറ്റിംഗ് ദാറ്റ് ഫീൽ. ഞാൻ റോഡ് കൂടെ എടുത്തുകൊണ്ട് പോയിക്കോട്ടെ എന്ന് വെച്ചു. തനിക്ക് കോൺഫിഡൻസിന് കൊണ്ടിരിക്കുക, പക്ഷേ ജ്യോതിനെ ആൾക്കാർക്ക് അറിയാൻ കേട്ടോ, ഐഡൻറ്റിഫൈ ചെയ്താൽ പ്രശ്നമാവുന്നത്. ഞാൻ സാറില്ല കേട്ടോ, ജ്യോതിന് ഹെൽമെറ്റ് ഇടാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ജ്യോതിക ബൈക്കൊക്കെ പഠിച്ചതിന് ശേഷം ജ്യോതിക ബൈക്ക് ഓടിക്കുന്നു, ഞാൻ അതിൻ്റെ പുറകിലിരിക്കുന്നു. അങ്ങനെ നന്ദനം സിഗ്നലിലെത്തി കറങ്ങി അടിച്ചിട്ട്. ഷി വാസ് ഡ്രൈവിങ് ഇറ്റ് വെരി കോൺഫിഡൻ്റ്ലി മോട്ടോർ ബൈക്ക്. അവിടെ അങ്ങനെ സിഗ്നലിൽ നിൽക്കുന്ന സമയത്ത് ഏതോ ഒരുത്തൻ ഇങ്ങനെ ചൂന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ മനസ്സിലാവുന്നുണ്ട് ഇവൻ ഐഡൻറ്റിഫൈ ചെയ്തോ എന്നൊരു ഡൗട്ടായപ്പോഴത്തേക്കും എനിക്കിപ്പോൾ ടെൻഷൻ എന്താ വെച്ചാൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജോ പെട്ടെന്ന് ബൈക്കങ്ങ് എടുത്ത് വീണ് കഴിഞ്ഞാൽ അതെല്ലാം കൂടെ കുളമാവും. ഞാൻ ഒന്നും മിണ്ടാതെ വിടുന്നത്. ഞാൻ പറഞ്ഞു, ജോ ഡോണ്ട് ഗെറ്റ് പാനിക് ഇഫ് എനിവൺ ഷൗട്ട്സ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, ജസ്റ്റ് മൂവ് സ്മൂത്ത്ലി. സമൺ ഐ തിങ്ക് ഹി ഐഡൻറ്റിഫൈഡ് യു, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഷി വാസ് വെരി കോൺഫിഡൻറ്റ്. ബൈക്ക് എടുത്തിട്ട് ക്രോസ് ചെയ്തപ്പോഴത്തേക്ക് ഈ ചെറുക്കന്മാർ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ബൈക്ക് നിർത്തി നീങ്ങുന്നു. ബൈക്ക് നിർത്തിയിട്ട് ജോനെ പിടിച്ച് പിറകിലേക്കിട്ട്, തേവയില്ലാത്ത ഇടത്തിൽ വരக்கூടാது, ഓക്കെ പോടാഞ്ഞത്. അപ്പോൾ ഇത് ജ്യോതിക താനാ അവന് അതുവരെ ഡൗട്ടായിരുന്നു അവർക്ക്. ഞാൻ ബൈക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് വിട്ടു. ഈ ജ്യോതിക അവസാനം ഈ ഇത്രയും മദ്രാസ് സിറ്റി കൂടെ ഓടിച്ചിട്ടുള്ള കുട്ടി എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ആ ഷോട്ട് എടുക്കുന്ന സമയത്ത് ഒരു ബൈക്ക് വീണ് ഒരു വയറിൽ ഇഞ്ചുറി ആയി, ചെറിയൊരു 3 ദിവസം ഷൂട്ടിംഗ് നിന്നുപോയി. കാരണം എന്തായിരുന്നു? പ്രിയേട്ടൻ പറഞ്ഞത് ജോനെ ബൈക്ക് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ ബൈക്ക് പഠിപ്പിച്ചു, ഞാൻ എൻ്റെ പിറകിലാണ് ഇരിക്കുന്നത്. ഇത് ആക്ച്വലി സംഭവം എന്താണ്? ഈ ജോ പോകുന്ന സമയത്ത് ബൈക്കിൻ്റെ പിറകിലിരിക്കുന്ന വ്യക്തി, അത് ശർബാണി മുഖർജി ആയിരുന്നു. ബൈക്കിൽ പോകുന്ന വ്യക്തി തിരിഞ്ഞിരിക്കണം അങ്ങോട്ട് ഫേസ് ചെയ്തിട്ട്. അപ്പോൾ ഒരു വ്യക്തി നമ്മൾ ബൈക്കിൽ പോകുന്ന സമയത്ത് രണ്ടുപേരും ഒരേ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ബാലൻസ് കറക്റ്റാണ്. നേരെ വെച്ച് മറ്റേ ആൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ബൈക്ക് ഇളകുന്നതിന് വെച്ചാൽ അവരുടെ ബാലൻസ് ടോട്ടലി ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതിൽ ഔട്ട് ഓഫ് കൺട്രോൾ പോകും. അങ്ങനെ ആ കുട്ടി മറിഞ്ഞടിച്ച് വീണു. ആ സ്റ്റിയറിങ്ങിൻ്റെ എന്തോ ഒരു പോർഷൻ കൂടെ കൊണ്ട് 3 ദിവസം ഷൂട്ടിങ് നിർത്തി വെക്കേണ്ടി വന്നു. എന്നിട്ട് പ്രിയ നീ എന്താടാ നീ എന്ത് പഠിപ്പിച്ച് ഞാൻ പറഞ്ഞു, പ്രിയേട്ടാ ഇപ്പം അത് പറയരുത്. കാരണം പ്രിയേട്ടൻ ഇങ്ങനെയാണ് ഇരുത്താൻ പോകുന്നതെന്നുള്ളത് എനിക്കറിയില്ല, പ്രിയേട്ടൻ പറഞ്ഞില്ല എൻ്റെ അടുത്ത്. അപ്പോൾ അത് ലാസ്റ്റ് മൂമെൻറ്റിലാണ് മൂപ്പർ അങ്ങനെ വിചാരിച്ച് അത് വിട്ടു. അങ്ങനെ സംഭവം ഇങ്ങനെ പലതും. എന്നിട്ട് അതിൻ്റെ നമ്മൾ തെറിയൊക്കെ കേൾക്കുക, അല്ലാതെ നിവൃത്തിയൊന്നുമില്ല. കുറ്റം പ്രിയേട്ടൻ ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ബട്ട് ദെൻ ഇറ്റ്സ് ഓൾ ഫൺ. സിനിമയിൽ പല പല കാര്യങ്ങളും നമ്മൾ ചോദിക്കില്ല എന്തൊക്കെയാണ് ഓർക്കാൻ പറ്റുന്ന സംഭവം എന്താണെന്നുള്ള പലർക്കും ചോദിക്കും. പട്ടാളത്തിൻ്റെ കാര്യങ്ങൾ ഇതിൽ മറക്കാൻ പറ്റുന്ന ഒന്നുമില്ല. എല്ലാം ഇങ്ങനെ ഓർത്ത് വരുന്ന സമയത്ത് പലതും വളരെ നൈസ് ഫീലിംഗാണ്. പിന്നീട് ഇവരെ പല സ്ഥലത്ത് വെച്ചിട്ട് കാണുന്ന സമയത്തുള്ള ആ ഒരു വാംത്ത്, ആ ഒരു ഹേയ് എന്നുള്ള ആ ഒരു ലുക്കുണ്ടല്ലോ, ദാറ്റ്സ് എ ഗ്രേറ്റ് ഫീലിംഗ്.